ഞാനും ഷാബിയും കൂടിയിട്ട് ഇന്ന് ഒരു മയോണൈസ് ഉണ്ടാക്കുകയാണ്. അത് ചക്കരക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പകരം ചക്കരക്കിഴങ്ങാണെന്ന് മാത്രം കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. എൻ്റെ ഒഴിവുപോലെ ഞാൻ അതിനെന്തായാലും മറുപടി തരുന്നതായിരിക്കും. ചിലപ്പോൾ വൈകിയാലും മറുപടി തരും കേട്ടോ. ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ റെസിപ്പി ഫുള്ളും ഷാബി എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്തതല്ല കേട്ടോ. ഇതിപ്പോൾ ഇത്രയും അവൻ്റെ 27 വയസ്സായില്ലേ, അത്രയും ജീവിതത്തിൽ വർഷങ്ങൾ കടന്നുപോയാൽ പരിശീലിപ്പിച്ചത് കൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ പഠിച്ചതാണ് കേട്ടോ. ഇതൊന്നും ഒരു പഠിപ്പല്ല, എനിക്കറിയാം, വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. എങ്കിലും ഇതെങ്കിലും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമാധാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിലും ഇവൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷവും അല്ലെങ്കിൽ ഇതുപോലുള്ള കുട്ടികളുടെ പാരൻസിന് ഒരു മോട്ടിവേറ്റും ആവുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കാറുമുണ്ട്. എൻ്റെ ഭക്ഷണത്തിൽ ഞാൻ എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ട് ഉള്ള ഫുഡിന് മുൻഗണന കൊടുക്കാറുണ്ട് കേട്ടോ. ഹെൽത്തി ആയിരിക്കണം, പക്ഷേ ടേസ്റ്റി ആയിരിക്കണം എന്നും കൂടിയിട്ട് ഒരു മനസ്സിന് അങ്ങനെ ഒരു നിയത്തും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മനസ്സിനൊരു സന്തോഷമാണ്. കഴിക്കുന്ന ഭക്ഷണമാണല്ലോ ആരോഗ്യം എന്നുള്ളത് കൊണ്ട് അതിനൊരു മുൻഗണന എപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ സാധാരണ ഓട്ടിസം കുട്ടികൾക്ക് ഗോതമ്പ്, പാല് ഇതൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയാറ്. പക്ഷേ എനിക്കെന്തോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിക്കുന്ന ഫുഡുകളൊക്കെ അളവ് കുറച്ച്, ചിലപ്പോഴൊക്കെ പാല്, ഗോതമ്പൊക്കെ അളവ് കുറച്ചിട്ട് അവനക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് എന്തുകൊണ്ടോ അത് യോജിക്കാൻ കഴിയുന്നില്ല. ശരിയായിരിക്കാം, ചില കുട്ടികൾ ഡിപ്പെൻഡഡ് ആയിരിക്കും. ഹൈപ്പർ ആക്ടിവിറ്റി കുറഞ്ഞു കൂടുതലും ഒക്കെ ഉണ്ടാവും. അത് ഓരോരുത്തരുടെയും കുട്ടികളുടെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ ശരിയായിരിക്കാം, ചോക്ലേറ്റ്സ് ഇതൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇവരൊക്കെ വലിയ കുട്ടിയായില്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഞാൻ അധികം ശ്രദ്ധ കൊടുക്കാറില്ല. ഇതിപ്പോൾ അവന് ഉള്ളി മുറിക്കാനൊന്നും, ചെറുതായി മുറിക്കാനോ അറിയില്ല. അപ്പോൾ ഞാൻ ആ കാര്യത്തെ കൂടി ഇതിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്ന വീഡിയോസും കൂടി ഇട്ടു എന്നേ ഉള്ളൂ. ആദ്യമൊന്നും അവൻ പഠിപ്പിക്കുമ്പോൾ സഹകരിക്കില്ല, അവനക്ക് പേടിയാവും കൈ പിടിക്കുമ്പോഴും ഒക്കെ. ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്, പക്ഷെ പഠിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇനിയും അവൻ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്.